ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മോളിവുഡിന്റെ ഒരു മെഗാസ്റ്റാർ ഇതുവരെ അഭിനയിച്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണല്ലോ ഏജന്റ്. അഖിൽ അക്കിനിന് നായകനായി എത്തിയ തെലുഗു സിനിമയിൽ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ മമ്മൂട്ടി ഒരു വളരെ പ്രധാനപ്പെട്ട വേഷത്തിലായിരുന്നു എത്തിയത്. ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമ 2023 അന്നത്തെ വലിയ ദുരന്തമായി മാറിയ തെലുഗു സിനിമ കൂടിയാണ്. ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി 2 വർഷം പിന്നിടുന്ന വേളയിൽ ഇന്ന് സോണി ലിവിലൂടെ സിനിമ OTT റിലീസ് ആക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിൽ ഈ ആക്ഷൻ ത്രില്ലർ സിനിമ ഇപ്പോൾ സോണി ലിവിൽ ലഭ്യമാണ്. നാളെ മാർച്ച് 14 സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചതെങ്കിലും ഇന്നലത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ ഇന്ന് ഉച്ചകഴിഞ്ഞ് സിനിമ OTT റിലീസ് ആക്കപ്പെട്ടിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് മുന്നേ സിനിമ OTT റിലീസ് ചെയ്തിരുന്നു. ഏജന്റിന് ശേഷം ഇനി മമ്മൂട്ടിയുടെ OTT റിലീസ് ചെയ്യാതിരിക്കുന്ന ഒരു സിനിമ അത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണല്ലോ. തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട വളരെ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ വാഷൌട്ടായി മാറിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ 50 ദിവസങ്ങൾ പിന്നിട്ടു. പക്ഷേ ഇന്ന് ഇതുവരെ സിനിമ OTT റിലീസ് ചെയ്യുന്നതിന്റെ ലക്ഷണമൊന്നും തന്നെ കാണുന്നില്ല. ഏറ്റവും അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ OTT പ്ലാറ്റ്ഫോമും ഡൊമിനിക്കിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല എന്നാണ്. ഇന്ന് മമ്മൂട്ടി ഫാൻ പേജിൽ നിന്ന് തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ സാമ്പത്തിക വർഷത്തിൽ മാത്രമേ ഡൊമിനിക്കിന്റെ OTT ഡീലാകുകയുള്ളൂ എന്നാണ്. ആമസോൺ പ്രൈം തന്നെ സിനിമ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതേസമയം ആമസോൺ പ്രൈം സിനിമ സ്വന്തമാക്കുകയാണെങ്കിൽ പേ പെർ വ്യൂ മെത്തേഡിലായിരിക്കുമോ സിനിമയുടെ റിലീസ് എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതായത് ചെറിയ സിനിമകൾ, ഒരുപാട് സിനിമകൾ ആമസോൺ പ്രൈമിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ. നമുക്കറിയാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ആവേശമൊഴുകി വന്ന ഭൂരിഭാഗം സിനിമകളും ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പേപ്പർ വ്യൂ മെത്തേഡിലാണ്. അതായത് OTT റിലീസിന് മുന്നേ പൈസ കൊടുക്കുന്ന രീതിയല്ലാതെ വ്യൂ കൗണ്ടിനനുസരിച്ച് പൈസ കൊടുക്കുന്ന രീതി. അങ്ങനൊരു രീതിയിലേക്ക് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തരം താഴാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും നല്ല തുകയ്ക്ക് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ അടുത്ത OTT അപ്ഡേറ്റിനായിട്ട്.